നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്ജി. ഇന്നലെയായിരുന്നു നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. നമ്മുടെ ത്രീമൻ ആർമി BJPയുടെ 3 പേരും രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ബി ഗോപകുമാർ 3 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. MLA-മാരായി അവർ ഔദ്യോഗികമായി ചുമതലയേറ്റു. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് സഭയിലെ BJP കക്ഷിയുടെ നേതാവ്. അദ്ദേഹമായിരിക്കും. വേണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റം നിയമസഭയ്ക്കുള്ളിലും പ്രകടമാകണമെന്നും ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കണമെന്നും, നിയമസഭ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കേന്ദ്രമാണെന്നും നിയമസഭയിലെ ശരിയായ ജനാധിപത്യ പ്രവർത്തനത്തിലുള്ള ഗൗരവകരമായ ഉത്തരവാദിത്വം സ്പീക്കർ കാണുന്നു. സ്പീക്കർക്കുള്ള നന്ദി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതാണ്. ഇതായിരുന്നു പ്രസംഗിക്കേണ്ടിയിരുന്നത്. അതേസമയം റാന്നി MLA-ആയി ഇത്തവണ റാന്നിയെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ജയിച്ച പഴകുളം മധു കോൺഗ്രസ് MLA ആണ്. പഴകുളം മധു മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് 2018 ശബരിമല പ്രക്ഷോഭ സമയത്തെ കേസുകളെല്ലാം പിൻവലിക്കണം എന്ന്. സിൽവർ ലൈനിൽ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ എങ്ങനെയാണ് കേസുകൾ പിൻവലിച്ചത്, അതേ മാതൃകയിൽ അന്നത്തെ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ആ കേസുകളെല്ലാം പിൻവലിക്കണം. ഒപ്പം നവീൻ ബാബുവിൻ്റെ അന്വേഷണം, മരണത്തെക്കുറിച്ച് ഒന്നുകൂടി അന്വേഷിക്കണമെന്നും അത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇതായിരുന്നില്ലേ രാജീവ് ചന്ദ്രശേഖർ ആദ്യം നിയമസഭയിൽ ആവശ്യപ്പെടേണ്ടത്? അത് അദ്ദേഹത്തിന് ചരിത്രം അറിയാഞ്ഞിട്ടാണോ? BJP ആണല്ലോ ഇപ്പോൾ ക്രെഡിറ്റ്. അദ്ദേഹത്തിന് ചരിത്രം അറിഞ്ഞുകൂടാത്തത് ആണോ എന്നുള്ളതിനേക്കാളും അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അത് കേരളത്തിലെ അദ്ദേഹത്തിന് മാത്രമല്ല, കേരളത്തിലെ BJP നേതാക്കൾക്കെല്ലാം ബാധകമാണ്. കേരളത്തിലെ BJP നേതാക്കൾക്ക് കൃത്യമായിട്ട് BJP പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് അറിയുമോ? ഒരു സാധാരണ മനുഷ്യനായ, ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനായ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ പ്രസക്തമാണ്. BJP ജനാധിപത്യത്തെക്കുറിച്ചും ഇത് എത്രയോ കാലമായിട്ട്, അതായത് BJPക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഞങ്ങൾ സെക്കുലറാണ്, ഞങ്ങൾ ഡെമോക്രാറ്റിക്കാണ്. നിങ്ങൾ ഡെമോക്രാറ്റിക് ആണോ, നിങ്ങൾ സെക്കുലർ ആണോ എന്നൊന്നും അല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്, അവരുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. അതാണ് നിങ്ങൾ അവിടെ എത്തിക്കേണ്ടത്, നിയമസഭയിൽ എത്തിക്കേണ്ടത്. അതിൻ്റെ പുറത്താണ് ചർച്ചകൾ വരേണ്ടത്, അതിനാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. അല്ലാതെ നിങ്ങൾ ഡെമോക്രാറ്റിക്കോ സെക്കുലറോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളൂ, അതൊന്നുമല്ല അവരുടെ വിഷയം. നോക്കൂ, 2018-19 കാലത്താണ് ഈ കേസുകൾ നടന്നത്. ഇപ്പം എത്ര വർഷമായി? 8 വർഷമാകുന്നു അല്ലേ? ഈ 8 വർഷമായിട്ട് ഈ കേസുകൾ തുടരുകയാണ്. പിണറായി സർക്കാർ ചെയ്ത കൊടും ദ്രോഹമല്ലേ ഇത്? അത് കെ സുരേന്ദ്രനെതിരെ മാത്രമല്ല, കെ സുരേന്ദ്രനും KP ശശികലയ്ക്കും നേതാക്കൾക്കെല്ലാം കേസ് പറയാം. കാരണം അവരുടെ പുറകിൽ സംഘടനയുണ്ട്, പാർട്ടി തീർച്ചയായിട്ടും പണം മുടക്കും. പക്ഷേ സാധാരണക്കാരനായ പ്രവർത്തകർ അവരിതെങ്ങനെ ഈ കേസ് ഒന്ന് ആലോചിച്ചു? അന്ന് വന്ന് കെട്ടും കെട്ടി വന്ന വിശ്വാസികൾ, തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും സ്വാമിമാർ, ഇവരെല്ലാം വന്ന് ഈ പ്രക്ഷോഭത്തിനൊപ്പം ഇവർക്കെല്ലാം എതിരെ കേസുണ്ട്. അപ്പോൾ ഈ സത്യത്തിൽ ഈ റാന്നി MLA പഴകുളം മധു ഏത് പാർട്ടിയിൽപ്പെട്ടയാളാണ് എന്നുള്ളതല്ല വിഷയം. അദ്ദേഹം ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ നോക്കൂ. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നിർബാധം നടത്താൻ ലജ്ജയില്ലാതിരുന്നൊരു സർക്കാർ, ആ സർക്കാരിനെയാണ് ജനം തൂത്തെറിഞ്ഞിട്ട് പുതിയ സർക്കാരിനെ കൊണ്ടുവന്നപ്പോൾ ആ പുതിയ സർക്കാരിൽ അംഗങ്ങളായി വരുന്നവർ, മന്ത്രിമാരായവർ മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്ന MLA-മാർ, അവർ വളരെ കൃത്യമായിട്ട് പ്രശ്നങ്ങൾ ഉയർത്തുകയാണ്. നോക്കൂ, ഞങ്ങൾ ഇത്ര വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ പുറത്ത് പരിഹാരം ഉണ്ടാകണം, ദയവായിട്ട് ഇതിന്മേൽ നടപടി ഉണ്ടാകണം. ഇത് സാമാന്യ രൂപത്തിലുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയവും കൂടി ഞാൻ പറയാം. അതായത് നോക്കൂ, ഇന്നിപ്പോൾ കേരളത്തിൽ ഈ ഇടതുപക്ഷം തകർന്നു അല്ലേ? സത്യം പറഞ്ഞാൽ CPM-ന് 26 MLA-മാരേ ഉള്ളൂ. ആ 26 പേര് ജയിക്കാൻ പെട്ട പാട് തന്നെ നമുക്കറിയാം അല്ലേ? വലിയ എന്താ പറയുക, മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച എത്ര പേരുണ്ട് നോക്കൂ. 50,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആൾ ഇപ്പുറത്ത് വന്ന് വേറൊരു സ്ഥലത്ത് മത്സരിച്ച് ഭൂലോക തോൽവി ഏറ്റുവാങ്ങി വീട്ടിലിരിക്കുക അല്ലേ?
സത്യത്തിൽ പിണറായി വിജയനെയും വീട്ടിലിരുത്തിയേനെ ജനം. 6 റൗണ്ട് എണ്ണിയപ്പോൾ പുറകിലായിരുന്നു, വെള്ളം കുടിക്കുകയായിരുന്നു. 25 പേര് ജയിച്ചതിന് പിന്നിൽ അവർക്കെതിരായി നിന്ന UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി എല്ലാം ദുർബലരാണ്. ഈ രണ്ടും ദുർബലരാകുമ്പോൾ അത് പൊതുവെ ബലമുള്ളവൻ, തീർച്ചയായിട്ടും കയറി വരും. അതാണ്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഈ 26 ജയിക്കില്ല. ഈ 26 പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായനെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇടതുപക്ഷം തകർന്നു. ഈ CPM-ന് കിട്ടുന്നത് ആരുടെ വോട്ടാണ്? കേരളത്തിലെ ഹിന്ദുക്കളുടെ വോട്ടാണ്, അല്ലേ? ഈ പിണറായി വിജയൻ 98-ൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ന്യൂനപക്ഷ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് എന്ന് പറഞ്ഞ് ഒരു പണി തുടങ്ങിയത്. ആ 98-ൽ തുടങ്ങിയ പണിയാണ് 2016 മുതൽ 2026 വരെ തുടർഭരണത്തിലിരിക്കാൻ പിണറായി വിജയനെ സഹായിച്ചത്. അപ്പോൾ പിണറായി വിജയന് തൻ്റെ അധികാരം മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം, ഒരു 10 പതിറ്റാണ്ട് പൂർത്തിയാക്കാൻ സത്യത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ, അവരുടെ വോട്ടിനെ, അവരുടെ വോട്ട് ബാങ്കിനെ ഉപയോഗിച്ചു. പാർട്ടി സെക്രട്ടറി ചേർന്നല്ലോ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എങ്ങനെ പരാജയപ്പെട്ടു എന്നറിയാനായിട്ട് അവർ സംസ്ഥാന സമിതി ചേർന്നല്ലോ. അവർ വെളി വിട്ടിട്ടില്ലല്ലോ. അവർക്കറിയാമല്ലോ ക്രൈസ്തവ വോട്ടുകൾ പോയി, മുസ്ലിം വോട്ടുകൾ ലീഗിലേക്കും BJP-യിലേക്കും പോയി. അത് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? എന്നിട്ട് എന്താണ് KK രാഗേഷ് പറഞ്ഞത്? ലീഗുകാർ അതെ, പിന്നെ കോൺഗ്രസിലെ ലീഗ് സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യിപ്പിച്ചു. അതായത് മുസ്ലിം വോട്ടിനെ വാരിക്കൊണ്ടുപോയി ലീഗ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ലീഗ് വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചു. സത്യത്തിൽ ലീഗ് വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചതാണോ, അതോ ആ ന്യൂനപക്ഷ സമൂഹങ്ങൾ വർഗീയമായി ചിന്തിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ ചിന്തിച്ച് വോട്ടിന് LDF-ന് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതാണ്. അവർ നോക്കിയപ്പോൾ BJP-യേക്കാൾ വർഗീയത, അതായത് BJP വർഗീയമാണെന്ന് ഒരു സമയം അവർ പറഞ്ഞു കിടന്നു. പക്ഷേ അതിനേക്കാൾ അവരുടെ കണ്ണിൽ വർഗീയമാണ് ഇടത് വർഗീയത. കാരണം ഈ 2024 തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന ലേഖനം, ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനം, മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം സമൂഹത്തെക്കുറിച്ചും പറഞ്ഞ ലേഖനം, അല്ലേ? അത് തൊട്ട് എല്ലാ വിഷയങ്ങളിലും ഈ മുഖ്യമന്ത്രി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് മുസ്ലിം സമൂഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ കൈയൊഴിഞ്ഞത്. നോക്കൂ, ഈ രാജേഷ് ജി ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയണം. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു, ജയിലിൽ കിടന്നു, അല്ലേ? പിന്നെ മറ്റു പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ജയിലിൽ കിടന്നു. ഒരു മുഖ്യമന്ത്രിയുടെ മകള് ജയിലിൽ കിടന്നു, അല്ലേ? കവിത തെലങ്കാനയിൽ KCR-ന്റെ മകൾ. ഇങ്ങനെ എത്ര കാലം അത് മുഖ്യമന്ത്രി അല്ലെങ്കിലും, അതെ, അല്ല ഞാൻ പറയുന്നത്, ഇവരെല്ലാം ജയിലിൽ കിടന്നപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എത്ര കേസ് വന്നു? എന്നിട്ട് അതിൽ എന്താ നടപടി ഉണ്ടായത്? കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ട് അത് എവിടെയെങ്കിലും ആ കേസ് എത്തിയോ? സ്വർണ്ണക്കടത്ത് കേസ് എവിടെ എത്തി? ഈ ചോദ്യത്തിന് BJP ഉത്തരം പറയേണ്ടതാണ്. കേരളത്തിലെ BJP നേതാക്കൾ, പ്രത്യേകിച്ചും ജയിച്ചു വന്ന ആൾക്കാർ ഉത്തരം പറയേണ്ടതാണ്. മസാല ബോണ്ട് എവിടെ എത്തി? 2024 ഐസക് മത്സരിക്കുമ്പോൾ മസാല ബോണ്ട് ED വിളിക്കുന്നു, മസാല ബോണ്ട് വിഷയത്തിൽ എന്നെ ED നോട്ടീസ് തരുന്നു എന്നൊക്കെ പറഞ്ഞ് മറുപടി കൂട്ടി. പിന്നെ എന്തായി? ഒന്നും ആയില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നോട്ടീസ് കൊടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ, അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ED-യുടെ നോട്ടീസ് വരും. ഈ ഒരു അന്തർധാര ജനങ്ങളെ ഇനി പറ്റിക്കാൻ പറ്റില്ല. BJP എന്ത് വിചാരിച്ചു? കേരളത്തിൽ എല്ലാ കാലവും 35 മണ്ഡലങ്ങളിൽ CPM ജയിപ്പിക്കും. അല്ല, BJP-യുടെ കേന്ദ്ര നേതൃത്വം അടക്കമുള്ളവരുടെ മണ്ടത്തരം. അതായത് കേരളത്തിൽ ഇങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം, അപ്പോൾ കോൺഗ്രസിനെ നിലം പരിശാക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം വളരട്ടെ, ഇടതുപക്ഷം തുടർച്ചയായിട്ട് ഭരിക്കട്ടെ. എന്തായി? കേരളത്തിലെ ജനങ്ങൾക്ക് അവരെക്കാൾ ബുദ്ധിയുണ്ടെന്ന് തെളിഞ്ഞില്ലേ? നോക്കൂ, ഇത് മാത്രമല്ല, നമ്മൾ ന്യൂനപക്ഷത്തെ അവിടെ വിടാം. ഭൂരിപക്ഷമോ അവരാർക്കാ വോട്ട് ചെയ്തത്? അവരും കോൺഗ്രസിനല്ലേ, UDF-നല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ CPM-ന് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ അവർ ഇങ്ങനെ LDF മുന്നണി 35 സീറ്റിൽ ഒതുങ്ങുമോ? ഒതുങ്ങില്ലല്ലോ. അവർക്ക് കൂടുതൽ സീറ്റ് തീർച്ചയായിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2011 VS സർക്കാർ 2006 മുതൽ 2011 വരെ ഭരിച്ച VS സർക്കാർ 2011 തിരഞ്ഞെടുപ്പിനെ നേരിട്ട് മുഖ്യ പ്രതിപക്ഷത്തേക്ക് പോയി. പക്ഷേ ആ മുഖ്യ പ്രതിപക്ഷത്തേക്ക് പോയപ്പോൾ അന്നത്തെ LDF-ന് 69 സീറ്റുണ്ടായിരുന്നു. 71 സീറ്റ്, കേവലം ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷവുമായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കാൻ വന്നത്. അന്ന് സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിന് പോലും വലിയ വിലയുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അന്ന് എന്താ സംഭവിച്ചത്? ഭൂരിപക്ഷം
ഭൂരിപക്ഷ സമുദായം VS-നൊപ്പം നിന്നു. അന്ന് MES-ൻ്റെ ഫസൽ ഗഫൂർ ചാനൽ ചർച്ചകളിൽ വിളിച്ചു പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, ഫസൽ ഗഫൂർ പറഞ്ഞതാണ്, കേരളം ആര് ഭരിക്കണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കും. ഇന്ന് ആ ഹിന്ദു സമൂഹവും ഇവരെ കൈയൊഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതാണ്, ശബരിമലയിൽ നാമജപ പ്രതിഷേധം നടത്തിയവർക്ക് എതിരെ പോലും കേസ്, അമ്മമാർക്കെതിരെ കേസ്, വീട്ടമ്മമാർക്കെതിരെ കേസ്, പന്തളത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJP തിരിച്ചറിയേണ്ടത് ഈ ഭൂരിപക്ഷ വോട്ടും UDF-ലേക്കാണ് പോയിരിക്കുന്നത്. UDF കളമറിഞ്ഞ് കളിക്കുന്നു. വന്ന ഭൂരിപക്ഷ വോട്ടിനെ ഇനി ഇവിടെ നിലനിർത്തുക. അത് ഇത്ര കാലവും ഈ മുസ്ലിം ലീഗിൻ്റെ വർഗീയത പറഞ്ഞും 5-ാം മന്ത്രി പറഞ്ഞും ഒക്കെ മുസ്ലിം ലീഗ് വർഗീയമാണെന്നും ഒക്കെ പറഞ്ഞ് ആ വോട്ട് ഈ ഇടതുപക്ഷം അടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇനി അത് വിട്ടുകൊടുക്കരുത്. ഇടതുപക്ഷത്തിനും കൊടുക്കരുത്, BJP-ക്കും കൊടുക്കരുത്. BJP തിരിച്ചറിയേണ്ട രാഷ്ട്രീയം ഇതാണ്. കോൺഗ്രസ് ഹിന്ദുത്വക്കാരുടെ ഇറക്കി കളിക്കുന്നു. അതാണ് BJP തിരിച്ചറിയേണ്ടത്. അവർ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നു. അത് NSS-ലൂടെയും SNDP-യിലൂടെയും അവർ ശബരിമല വിഷയത്തിലൂടെയും സ്വർണ്ണക്കടത്തിലൂടെയും ഒക്കെ അവരത് പറയാതെ പറയുകയാണ്. അവരിറങ്ങി കളിക്കുന്നത് കൃത്യമായിട്ട് ഹിന്ദുത്വക്കാരനാണ്. ലീഗ് ഇത്തവണ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ട് പോലും, വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി യാത്ര ചെയ്യുന്ന വലിയ വിവാദമായിട്ട് പോലും, അതിനുശേഷം ലീഗിന്റെ രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ട് പോലും വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി SNDP അണികളും ഒക്കെ തന്നെയാണ് പിന്തുണച്ചത്. കോൺഗ്രസ് കൃത്യമായിട്ടും വെള്ളാപ്പള്ളിയെയോ സുകുമാരൻ നായരെയോ ചൊറിയാൻ പോകില്ല. അവർക്ക് രണ്ടുപേർക്കും എതിരെ ഒരു തരത്തിലുള്ള ശല്യങ്ങൾക്കും കോൺഗ്രസ് പോവില്ല, UDF പോവില്ല. എവിടെ BJP വീണോ, എവിടെ BJPക്ക് നഷ്ടപ്പെട്ടോ അത് കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. അതായത് കോൺഗ്രസ് ഇത്തവണ കോൺഗ്രസിൽ നിന്നാണ് 2016-ലും 2021-ലും വോട്ട് BJP-യിലേക്ക് ഒഴുകിയത്. ആ വോട്ട് തിരിച്ചു പിടിക്കുന്നതിൽ 2026-ൽ കോൺഗ്രസ് വിജയിച്ചു. പക്ഷേ 2024-ലും 2026-ലും ഇടതുപക്ഷത്തു നിന്നാണ് BJP-ക്ക് വോട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷമാണ് BJP-യുടെ പ്രധാന ശത്രു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് BJP-യുടെ പ്രധാനപ്പെട്ട ശത്രു. BJP ഇനി അതറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് BJP വളരാൻ ശ്രമിച്ചാൽ BJP-ക്ക് നല്ല. മനസ്സിലാക്കുന്നത് BJP മാത്രമാണ്. കാരണം അവർ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത്. 3 MLA-മാരാണ് പ്രതിപക്ഷത്ത്, BJP അല്ല. പ്രതിപക്ഷത്ത് 3 MLA-മാരാണ്. BJP-യുടെ മുഖ്യ ശത്രു ഇവിടെ LDF ആണ്. LDF എന്നാൽ പ്രധാനമായിട്ട് CPM. പക്ഷേ ഇപ്പോഴും നോക്കൂ, ഈ കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം, BD സതീശൻ സർക്കാർ വന്ന ശേഷം ഈ BJP-ക്കാർ എന്താ ചെയ്യുന്നത്? അവർ സർക്കാരിനെതിരായ വാർത്താക്കുറിപ്പുകൾ, സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ, അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ സത്യത്തിൽ വീണ്ടും BJP-യുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ആരാണെന്ന് തീരുമാനിച്ചു. ഏതാണ്ടൊക്കെ ഒരു ധാരണയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ അല്ല എങ്കിൽ ഉറപ്പിച്ചോളൂ, BJP-ക്ക് അടുത്ത തവണ 3 MLA-മാരെ നഷ്ടപ്പെടും. കാരണം ഞാനിത് തുറന്നു പറയുന്നതുകൊണ്ട് മറ്റൊന്നുമില്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല. അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടായിരിക്കാം. അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അവിടെ ഇരുന്ന് അദ്ദേഹം ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ല. അദ്ദേഹം ഒരു രാജീവ് ചന്ദ്രശേഖർ എന്ന മന്ത്രിയെക്കുറിച്ച് ഒരു പരാതി ആർക്കും പറയാനില്ല. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല. അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിരുന്ന് പൊളിറ്റിക്സ് കളിക്കാൻ അറിയില്ല. ഇവിടെ പ്രതിപക്ഷത്തിരുന്ന് എന്താണ് BJP ചെയ്യേണ്ടത്? BJP-യുടെ സത്യത്തിൽ കേരള നിയമസഭയിൽ BJP-യുടെ ശത്രു ആരാണ്? രാഷ്ട്രീയ എതിരാളി ആരാണ്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? LDF തന്നെയാണ്. LDF ആണ്. കാരണം എന്ന് വെച്ചാൽ മുഖ്യ പ്രതിപക്ഷം LDF ആണ്. ഇപ്പോൾ BJP പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. BJP നോക്കൂ, ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് BB ഗോപകുമാറിനെ നിയോഗിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു BJP കുറച്ചുകൂടെ ഒന്ന് രാഷ്ട്രീയം പഠിച്ചു വന്നിരിക്കുന്നു. അതൊരു നല്ല നീക്കമായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ നല്ലത്. ഇന്നലെ BB ഗോപകുമാറിന്റെ സഭയിൽ ഒരു നമുക്ക് ഒട്ടും മനസ്സിലാക്കാത്തൊരു സ്പീക്കറെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗത്തിൽ BB ഗോപകുമാർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ശേഷം പ്രഖ്യാപിച്ച ശേഷം സ്പീക്കറായിട്ട് തിരുവഞ്ചൂരാണെന്ന് പ്രഖ്യാപിച്ച ശേഷമുള്ള ആ അനുമോദന പ്രസംഗത്തിൽ പറഞ്ഞത് 137 പേരല്ല സഭയിൽ, 140 പേരുണ്ട്. നിങ്ങൾ 137 പേരുടെ കാര്യങ്ങൾ മാത്രം നോക്കരുത്. സ്പീക്കറോട് പറയുകയാണ്, ഞങ്ങൾ 3 പേരും ഇവിടെയുണ്ട്. അത് BJP മറ്റേ ഒരു മൂന്നാം കട പറയേണ്ട കാര്യമില്ലല്ലോ. 140 അല്ലേ? അതെ, MLA-ക്ക് MLA-യുടെ പരിഗണന കിട്ടും തീർച്ചയായും. ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ 137. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. BJP-യുടെ നിയമസഭയ്ക്കുള്ളിലെ പ്രധാന ശത്രു
അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് LDF ആണ്. കാരണം ആ LDFനെ മറികടന്നുകൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് അവിടെ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ 3 MLA-മാരാണ്. അല്ലേ? ആ 3 MLA-മാർ അതിന് പകരം ഈ സർക്കാരിനെ മുൾമുനയിൽ നിർത്തണം, ആക്രമിക്കണം, ഒക്കെ വേണം. അത് രാഷ്ട്രീയമായ ആക്രമണമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ കായികമായ ആക്രമണമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ BJPക്ക് സഭയ്ക്കുള്ളിൽ കഴിയണം. പക്ഷേ BJP തിരിച്ചറിയേണ്ടത് ഒരാക്ഷേപം, ഒരാരോപണം ആദ്യം ഉന്നയിക്കേണ്ടത് BJP-യാണ്. ഇപ്പോഴും ഒറ്റ പ്രതിപക്ഷം B ടീമായി നിൽക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇതാണ് അപകടം. പ്രതിപക്ഷത്തെ B ടീം അല്ല BJP, പ്രതിപക്ഷത്തെ A ടീമാണ്. ആ A ടീം ആകാൻ തീർച്ചയായിട്ടും BJPക്ക് കഴിയണം. പക്ഷെ അത് രാജീവ് ചന്ദ്രശേഖരൻ എത്രത്തോളം സാധിക്കും എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന് കഴിവ് തെളിയിച്ച ഒരാളല്ല. അദ്ദേഹം ഇനി അദ്ദേഹത്തിന് അറിയില്ല ഒരു പ്രതിപക്ഷം എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിപ്പോ BJP-യുടെ 3 MLA-മാർക്കും അറിയില്ല എന്ന് പറയാം. എല്ലാവരും മൃദുഭാഷികളാണ്. പക്ഷേ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന V മുരളീധരന് കുറെ കൂടി ഇക്കാര്യത്തിൽ പക്വമായിട്ട് ഇടപെടാൻ കഴിഞ്ഞു. ഒരു കാര്യം കഴിഞ്ഞോണൊക്കെ ഈ മാണി ഗ്രൂപ്പൊക്കെ ഓർമ്മയില്ലേ, PC ജോർജ് ഒക്കെ സഭയിൽ പ്രതിപക്ഷത്തോടും വിയോജിച്ച് നിന്നപ്പോഴൊക്കെ കഴിഞ്ഞോണൊക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ എഴുന്നേറ്റ് നിന്ന് BJPയുടെ ഘടകകക്ഷി നേതാവ് സംസാരിക്കുമ്പോൾ ഇരിക്കവിടെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ പോലും വരുമോ എന്ന് അല്ല, തീർച്ചയായിട്ടും പിണറായി വിജയൻ അത് പറയും. ആ രാജീവ് ചന്ദ്രശേഖർ ഒന്നും അങ്ങർക്ക് വിഷയമല്ല. പിണറായി വിജയൻ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവര്. അതെ, അതിന് പകരം പിണറായി വിജയൻ പറയുന്നതിന് മുമ്പേ ആ വിഷയം ഉന്നയിക്കാനുള്ള കഴിവ് BJP MLA-മാർക്ക് വേണ്ട. പറ്റിയൊരു PA വെക്കുക, അതൊക്കെ അവരുടെ കാര്യം. കാരണം അതിനകത്തുള്ള വിഷയം എന്താണെന്നറിയാം, പ്രശാന്ത് ആദ്യമേ പറഞ്ഞില്ല രാഷ്ട്രീയം അറിയില്ല എന്നുള്ളത്. അതായത് നമ്മുടെ ഈ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം അതിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. അല്ല രാജേഷ് ജി, ഇപ്പം നമ്മൾ ഒരു മാധ്യമ പ്രവർത്തകരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം എടുത്ത് നമ്മൾ വിശകലനം ചെയ്യുകയാണ്. നമ്മളതിൻ്റെ പരിഹാരം അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. പറഞ്ഞു കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഈ BJP-കാരെല്ലാവരും കൂടെ പറയും നമുക്കതിൽ നിന്ന് എന്തോ നേട്ടം ഉണ്ടാക്കാൻ പറയും. കാരണം വേറെ ഒന്നും പറയാനില്ല, നമുക്ക് ആ ചീത്ത പേര് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത് പ്രശാന്ത് ആദ്യമേ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയം വലിയ പിടിയില്ല. അതായത് ഇപ്പൊ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്ന് നമ്മൾ പറയുന്ന പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ കേരള പൊളിറ്റിക്സിലേക്ക് വന്നതിന് മുമ്പ് BJPക്ക് ചരിത്രം, ആ ചരിത്രം, കേരള രാഷ്ട്രീയ ചരിത്രം, LDF-ന്റെ ചരിത്രം, UDF-ന്റെ ചരിത്രം, അതിലാണ് ഈ 2018 ശബരിമല പ്രക്ഷോഭം. അതെ, ഇനിയൊരു 2ാം പ്രക്ഷോഭം തുടങ്ങണോ എന്ന് ചോദിച്ചാൽ അതേ ഒന്നാം പ്രക്ഷോഭത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. അതെ, 1ാം പ്രക്ഷോഭം എന്താണെന്ന് ചോദിക്കേണ്ട ഒരു ഗതികടിച്ച് ആകരുത്. അതിനുള്ള പരിഹാരം എനിക്ക് ആ കാര്യത്തിൽ വലിയ പരാതികൾ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്നെ ജനങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അതായത് ശബരിമല പ്രക്ഷോഭമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പെർഫോമൻസ് വളരെ 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 മോശമായിരുന്നു. BJP അണികൾ, സംഘപരിവാർ അണികൾ ഒരുപാട് പേർ കേസിൽ പ്രതിയായി, അവരെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിന് കണ്ടെത്തുന്ന പരിഹാരം വട്ടപൂജ്യം. K. സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് അന്നത്തെ പ്രക്ഷോഭം നടന്നതെന്നുള്ളത് സത്യമാണ്. അതാണോ ഇവര്? അല്ല, അന്ന് ഈ 2018 ശ്രീധരൻപിള്ള അതിനുശേഷം K. സുരേന്ദ്രൻ വന്നു. സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ്. സുരേന്ദ്രന്റെ പേരിൽ തന്നെ ഒരുപാട് കേസുണ്ട്. ഞാൻ പറയുന്നത് K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് മൗനം പാലിക്കേണ്ട കാര്യമില്ല. അല്ല, ഇത് പ്രസ്ഥാനത്തിന്റെ ആവശ്യമല്ല, ഇതെല്ലാം തുടർച്ചയാണ്. അല്ലാതെ ശ്രീധരൻപിള്ള പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉള്ള കാര്യത്തിൽ ഞാൻ ഇടപെടില്ല, സുരേന്ദ്രൻ ഇരുന്നപ്പോൾ ഉള്ളതിൽ ഞാൻ ഇടപെടില്ല, അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. സർക്കാരിനെ പോലെ തന്നെ പാർട്ടികളും തുടർച്ചയാണ്. ഒന്ന് നോക്കൂ, BD സതീശൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ കൊണ്ടുവന്ന അവരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല, അതുകൊണ്ട് പുനരന്വേഷണം വേണ്ടി വരും. അതെ, BJP എന്ത് പറഞ്ഞു? ഇവരെന്ത് പറയുന്നു ഇക്കാര്യത്തിൽ? അല്ല, BJP വളരെ വൈകി കോടതിയിൽ പോയി. എന്തിനാ? CBI അന്വേഷണത്തിന് വേണ്ടി. ഈ തുടക്കത്തിൽ BJP എന്ത് ചെയ്യായിരുന്നു? നോക്കൂ, ഒരുപാട് ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നതിന് ശേഷം തന്നെ നടന്ന ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ട്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും അറിയത്തുപോലുമില്ല. അദ്ദേഹം അതിലൊന്നും പ്രതികരിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നടന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്.
ഈ വികസിത കേരളം എന്താണ്? ഈ വികസിത കേരളം എനിക്ക് മനസ്സിലാകും. ഇപ്പോഴും പറഞ്ഞ നിയമത്ത് 24 മണിക്കൂറും പബ്ലിക് ഹെൽത്ത് സെന്റർ ആണോ, പൊതു ആരോഗ്യ കേന്ദ്രമാണെങ്കിൽ അവിടെ നമുക്ക് ആംബുലൻസ് ഉണ്ടാകും, ഡോക്ടർ ഉണ്ടാകും, നേഴ്സ് ഉണ്ടാകും. ഇത് MLA ഓഫീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. ഈ ആംബുലൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടുത്തെ പബ്ലിക് PHCക്ക് ആംബുലൻസ് കൊടുക്കേണ്ടത്. ആയിക്കോട്ടെ, ഒരു ആംബുലൻസ് നടയിൽ കിടന്നോട്ടെ. എന്ത് പർപ്പസാണ്? നിയമത്തൊരു PC ഉണ്ടല്ലോ. അല്ല, എന്നാൽ പിന്നെ ഒരു ആശുപത്രി ഒരു ഡോക്ടറെ നിയമത്ത് എനിക്ക് തോന്നുന്നു നിയമത്ത് ഒരു താലൂക്ക് ആശുപത്രി പോലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നെ ഒരു ഡോക്ടർ, 2 നേഴ്സ്, ഒരു ഫാർമസിസ്റ്റ്, ഇവരെല്ലാം വെച്ച് ഒരു സമാന്തരമായിട്ടൊരു പൊതുജന ആരോഗ്യ കേന്ദ്രം അങ്ങ് തുടങ്ങിയാൽ പോരെ. അതെ, ഇതൊക്കെയാണോ പറയേണ്ടത്? ഇതാ പിന്നെയും വികസിത നിയമം, വികസിത കേരളം. ഒരു കാര്യവുമില്ല. ഈ വികസിത കേരളമൊക്കെ വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ വികസിത കേരളമല്ല ആവശ്യം. ആവശ്യം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവരുടെ പരാതികൾ പരിഹരിക്കുക. കുടിവെള്ളം, അതുപോലെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനെ അടിസ്ഥാന വിഷയങ്ങളുണ്ട്. അതിനകത്ത് നോക്കൂ, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ മേയർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലേ? അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു മേയർ എന്താണോ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എല്ലാ വാർഡുകളും സന്ദർശിക്കുന്നു. അവിടുത്തെ കൗൺസിലർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ കൗൺസിലറുടെ വീട്ടിൽ ചെല്ലുന്നു. ആ കൗൺസിലറുമായി ബന്ധപ്പെട്ട് ആ വാർഡിലെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്, അല്ലേ? അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷത്തിരിക്കുന്നയാളാണ്. വി മുരളീധരനും BB ഗോപകുമാറും പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്. പക്ഷേ ആ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അവർക്ക് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയണം. അത് LDFന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾ 3 MLA ഇങ്ങനെ ഇവിടെ കയ്യും കെട്ടിയിരിക്കും, അത് ശരിയായ കാര്യമല്ല. അത് BJPക്ക് വലിയ ദോഷം ചെയ്യും. വരാൻ പോകുന്നത് വലിയൊരു പോരാട്ടത്തിൻ്റെ നാളുകളാണ്. ആ പോരാട്ടത്തിൻ്റെ നാളുകളിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷം അടിക്കേണ്ട ഗോള്, ആ പന്ത് കൊണ്ട് LDF ആദ്യം ഗോൾ അടിക്കേണ്ടത് BJP ആണ്. അതുകൊണ്ട് CPMന്റെ കയ്യിൽ കൊടുത്തിട്ട് CPM ഗോൾ അടിക്കുമ്പോൾ ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നത് പോലെ കൈയടിക്കേണ്ട ഗതികേടിലേക്ക് BJP പോകരുതേ എന്നുള്ള ഒരു അപേക്ഷയാണ്, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയാണ് പൊതുജനങ്ങൾക്ക് നിങ്ങളോടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക.